ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിന് ചുവട്ടിൽ ആമയുടെ ശില്പം കണ്ടിട്ടുണ്ടോ? അവയെ താങ്ങി നിർത്തുന്നത് ആമയാണ്. ആമയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ആമയുടെ ആയുസ് 3 ഇരട്ടിയാണ്. അമൃതിനു വേണ്ടി പാലാഴി കടയുമ്പോൾ താങ്ങായി നിന്നത് ആമയാണ്. തലയും 4 കാലുകളും അകത്തേക്ക് വലിച്ച് സുരക്ഷിതമാകാനുള്ള ആമയുടെ കഴിവ് പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു. സാമൂതിരി സ്വരൂപത്തിന് കീഴിലുള്ള തളി മഹാദേവ ക്ഷേത്രം കുംഭമാസത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു പുണ്യ ദിവസമായി ശിവരാത്രിയെ കണക്കാക്കുന്നു. ശിവപൂജ പലതരത്തിൽ കാണപ്പെടുന്നു. ചതുർദശയെങ്കിൽ ആഹാരം കഴിക്കാതിരുന്ന് രാത്രിയിൽ ഉറക്കമിളച്ച് വ്രതം ധരിച്ച് ശിവനെ പൂജിക്കുകയാണ് ശിവരാത്രി വ്രതത്തിൽ ചെയ്യേണ്ടത്. മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും മുളച്ചു വന്ന താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു. മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ വാക്തർക്കത്തിലേർപ്പെട്ടു. അത് യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതിനെതിരെ മഹാവിഷ്ണു പാശുപതാസ്ത്രം തൊടുത്തു. ലോകം മുഴുവൻ ചുറ്റി നടന്ന പാശുപതാസ്ത്രത്തെ ഉപസംഹരിക്കാൻ ബ്രഹ്മാവിനോ മഹാവിഷ്ണുവിനോ സാധിച്ചില്ല. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്ന അവർക്കിടയിലായി ഒരു ശിവലിംഗം ഉയർന്നു വന്നു. അതിന്റെ മേലഗ്രവും കീഴഗ്രവും അദൃശ്യമായിരുന്നു. അഗ്രങ്ങൾ കണ്ടുപിടിക്കാനായി ബ്രഹ്മാവ് മുകളിലേക്കും മഹാവിഷ്ണു കീഴ്പോട്ടും സഞ്ചരിച്ചു. വളരെ നേരം സഞ്ചരിച്ചിട്ടും ഉദ്ദേശം ഫലിക്കാതെ വന്നപ്പോൾ രണ്ടുപേരും പൂർവ്വസ്ഥാനത്ത് തിരിച്ചെത്തി. ഉടൻ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് പാശുപതാസ്ത്രത്തെ ഉപസംഹരിച്ചു. ശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിൽ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു. കുന്നലേശൻ എന്ന മലയാളത്തിലും ശൈലാബ്ദിനാഥൻ എന്ന സംസ്കൃതത്തിലും അർത്ഥാലങ്കാര ഭംഗിയോടെ വിശേഷിപ്പിച്ചിട്ടുള്ള സാമൂതിരി രാജാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം തളി മഹാക്ഷേത്രമാണ്. വഴക്കം കൊണ്ടും പ്രൗഢി കൊണ്ടും താന്ത്രിക ക്രിയകളുടെ നിഷ്കർഷത കൊണ്ടും നിത്യനിദാനങ്ങളിലെ അന്യൂന്യമായ ചുറ്റകൾ കൊണ്ടും തളി മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമാണ്. നഗര കേന്ദ്രത്തിലുള്ള ക്ഷേത്രസ്ഥാനം കോഴിക്കോട് പട്ടണത്തിന്റെ ആവിർഭാവത്തിനും വളർച്ചയ്ക്കും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അനുഷ്ഠാന കലകളുടെ വിഹാര കേന്ദ്രമായും ജ്ഞാനവിജ്ഞാനങ്ങളുടെ വിവിധ ശാഖകളിൽ മാറ്റുരയ്ക്കുന്ന ഉരകല്ലായും പാണ്ഡിത്യ പരീക്ഷയുടെയും പദവി നിർണയത്തിന്റെയും സമ്മാനദാനങ്ങളുടെയും സുവർണപീഠമായും തളി ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നു. ശിവം ശങ്കരം ശംഭുമീശാനമീഢേ വടാധോ നിവാസം മഹാട്ടാട്ടഹാസം. കേരളോൽപ്പത്തിക്ക് കാരണക്കാരനായ പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ് തളി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. തളി മഹാക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പരശുരാമ മഹർഷിയുടെ ദിവ്യമായ തപസ്സിന്റെ ഫലമായി ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശിവപാർവതിമാർ, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവരോടൊത്ത് ജ്യോതിസ്വരൂപമായി പ്രത്യക്ഷപ്പെട്ടു. ആ ദിവ്യ ജ്യോതിസ് സ്വമേധയ ഒരു ജ്യോതിർലിംഗമായി പരിഗണിച്ചു. പരശുരാമൻ ഈ ദിവ്യ സാന്നിധ്യത്തെ നാടിന്റെ ഭാവി ഭാഗ്യാനുഭവമാകുന്ന കൽപ്പകവൃക്ഷത്തിന്റെ ഉത്തമ ബീജത്വനെ കൽപ്പിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ ശിവലിംഗമാണ് ഇപ്പോഴും തളി ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെട്ടു വരുന്നത്. നിരവധി വർഷങ്ങളോളം ഇവിടെ ക്ഷേത്രാചാരങ്ങൾ നടന്നില്ലെങ്കിലും പ്രകൃതി സഹജമായ ശക്തികളുടെ ഉപചാരം പൂജാകർമ്മമായി സങ്കല്പിക്കപ്പെട്ടു. ഏകദേശം 1500 കൊല്ലം മുമ്പാണ് ഈ ദൈവിക സാന്നിധ്യം മനുഷ്യ സമുദായത്തിന്റെ ശ്രദ്ധയ്ക്ക് വിഷയീഭവിച്ചത്. അതോടുകൂടി രാജകീയ ശ്രദ്ധയും അനുഭാവവും കൈവരുകയും താമസിയാതെ ദേശാധിപത്യമുള്ള ഒരു മഹാക്ഷേത്രം രൂപം കൊള്ളുകയും ചെയ്തു. അന്തഹാര, ചുറ്റമ്പലം, വിളക്കുമാടം, ബാഹിഹാര, പുറംമതിൽ എന്നീ പഞ്ചപ്രാകാരങ്ങളോട് കൂടിയ ക്ഷേത്രത്തിന് കിഴക്കും പടിഞ്ഞാറും ഉത്തുംഗ ഗോപുരങ്ങളും വടക്ക് അഗ്രശാലയും നിർമ്മിക്കപ്പെട്ടു. ശിവം ശങ്കരം ശംഭുമീശാനമീഢേ കപാലം ത്രിശൂലം കരാഭ്യാം. മുഖ്യ ശ്രീകോവിലിൽ പരമശിവൻ കുടികൊള്ളുന്നു. ശൈവാഗമ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ചതുർബാഹു, കൈകളിൽ കുഠാരം, മാൻ, അഭയവരമുദ്രകൾ എന്നിവ അണിഞ്ഞ് ഈശാനൻ, തൽപുരുഷൻ, അഘോരൻ, വാമദേവൻ, സദ്യോജാതൻ എന്നീ 5 മുഖങ്ങളോട് കൂടിയവനും പ്രസന്നഭാവത്തിലുള്ളതുമായ മഹേശ്വര പ്രതിഷ്ഠാ സങ്കല്പമാണ് തളി ക്ഷേത്രത്തിലെ. തളി ക്ഷേത്രത്തിലെ പ്രത്യേകതകളിൽ പ്രധാനമായി കണ്ടെത്താൻ കഴിയുന്നത് വിഘ്നേശ്വര പ്രതിഷ്ഠയെക്കുറിച്ചുള്ള ഐതിഹ്യമാണ്. ശ്രീകോവിലിനടുത്ത് ഈശാന കോണിൽ പ്രത്യേകം സജ്ജമാക്കിയ ക്ഷേത്രത്തിലാണ്
മഹാഗണപതി പ്രതിഷ്ഠയുള്ളത്. തളി ക്ഷേത്രത്തിലെ ഗണപതി ഹോമം കർമ്മി നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപർണകളത്രം സദാ സച്ചരിത്രം ശിവ. ഈശ്വരൻ മനുഷ്യന് നൽകിയ കഴിവുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളതും പ്രദർശിപ്പിക്കുവാൻ അവസരം നൽകുന്നതും ദൈവികമായ സാംസ്കാരിക ചിന്ത വളർത്തുന്നതിനും ക്ഷേത്രങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും. ഇതിന് ഉത്തമ ഉദാഹരണമാണ് തളി മഹാക്ഷേത്രം. അപർണകളത്രം സദാ സച്ചരിത്രം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. തളി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ കൊത്തിവച്ചിട്ടുള്ള രൂപങ്ങൾ കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങിയെങ്കിലും ശില്പചാന്ദ്ര്യത്തിന്റെ കരവിരുത് വിളിച്ചോതുന്നവയാണ്. പക്ഷിമാല, മൃഗമാല, മനുഷ്യമാല എന്നിങ്ങനെ 3 ഭാവത്തിലുള്ള രൂപങ്ങളാണ് ശ്രീകോവിൽ ചുമരിൽ ഉള്ളത്. ശങ്കരം ശംഭുമീശാനമീഢേ ഹരം സർപ്പഹാരം. കോഴിക്കോട്ടുള്ള കോവിലകങ്ങളിൽ വച്ച് ഏറ്റവും മുതിർന്ന തമ്പുരാൻ സാമൂതിരി മഹാരാജാവായും അദ്ദേഹത്തിന് താഴെയുള്ള തമ്പുരാക്കന്മാരെ ക്രമപ്രകാരം ഏറാൾപ്പാട് രാജാവായും മൂന്നാർപ്പാട് രാജാവായും എടത്തറാൾപ്പാട് രാജാവായും നടത്തറാൾപ്പാട് രാജാവായും അറിയപ്പെടുന്നു. കോഴിക്കോടുള്ള 30ഓളം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് സാമൂതിരി രാജാവിന് ഇന്ന് അധികാരമുള്ളത്. സാമൂതിരി സ്വരൂപത്തിന്റെ പോയകാല പ്രതാപത്തിന് കുറവ് സംഭവിച്ചുവെങ്കിലും കോഴിക്കോട് സാമൂതിരി രാജ ട്രസ്റ്റിയായിട്ടുള്ള ദേവസ്വങ്ങളും ബ്രഹ്മസ്വങ്ങളും നിലനിന്നു വരുന്നു. പല കാരണങ്ങളാൽ സാമൂതിരി സ്വരൂപത്തിന് നഷ്ടപ്പെട്ടു പോയ ക്ഷേത്രങ്ങളിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ ഊരാളൻ അവകാശം സാമൂതിരി രാജാവിന് തന്നെയാണ് എന്ന് കണ്ടെത്തുകയുണ്ടായത്രേ. തളി ക്ഷേത്രത്തിന് കേരള ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം ലഭിക്കാൻ കാരണമായത് രേവതി പട്ടത്താനം എന്ന ചടങ്ങാണ്. ഭരണപരമായ കൃത്യനിർവഹണത്തിനിടയിൽ ചെയ്യേണ്ടി വന്ന ചില ക്രൂരകൃത്യങ്ങൾക്ക് പ്രായശ്ചിത്തമായാണ് ആചാര്യ നിർദ്ദേശാനുസരണം പട്ടത്താനം തുടങ്ങിയതെന്ന് ഒരു ഐതിഹ്യമുണ്ട്. തുലാമാസത്തിൽ രേവതി നക്ഷത്രത്തിൽ തുടങ്ങി 7 ദിവസം തുടർച്ചയായി നടന്നിരുന്ന ഈ പണ്ഡിത സദസ്സിൽ മീമാംസ, വ്യാകരണം, ശാസ്ത്രം എന്നീ പാരമ്പര്യ വിജ്ഞാന ശാഖകളിൽ വാദപ്രതിവാദങ്ങൾ നടത്തുകയും അവസാനം മികവ് തെളിയിക്കുന്ന ആൾക്ക് ഭട്ടസ്ഥാനം എന്ന പദവിയും പണക്കിഴിയും സാമൂതിരി രാജാവ് തന്നെ നേരിട്ട് നൽകുകയും ചെയ്യും. ഇതാണ് രേവതി പട്ടത്താന ചടങ്ങ്. ഇരുവശത്തും കത്തിച്ചുവച്ച നിലവിളക്കുകളുടെ മധ്യത്തിലായി പരവതാനിയും വെള്ളയും വിരിച്ച പള്ളിപ്പലകയിൽ പടിഞ്ഞാറോട്ട് അഭിമുഖമായിരിക്കുന്ന ഭട്ടന് സാമൂതിരി രാജാവ് കിഴക്കഭിമുഖമായിരുന്ന് ദാനങ്ങൾ സമർപ്പിക്കുകയും തുടർന്ന് ഭട്ടൻ രാജാവിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യും. പൂർവ്വകാല ഭട്ടന്മാരും ഉന്നതരായ സാംസ്കാരിക നായകന്മാരും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. പട്ടത്താനത്തിന്റെ വേദി എന്ന നിലയ്ക്ക് തളി ക്ഷേത്രം മറ്റേത് ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമാണ്. പരിണിതപ്രജ്ഞനായിരുന്ന ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ പാണ്ഡിത്യ പാരാവാരത്തെ വെല്ലുവിളിച്ച് തോൽപ്പിച്ച് കാക്കശ്ശേരി പട്ടേരയ്ക്ക് കയറാനായി തെക്കേ വാതിൽ മഠത്തിലേക്ക് തയ്യാറാക്കിയ പ്രത്യേക കരിങ്കൽ പടി ഇപ്പോഴും ഇവിടെയുണ്ട്. വിക്രമാദിത്യ സദസ്സിൽ കാളിദാസൻ ഉൾപ്പെട്ട നവരത്നങ്ങൾ തിളങ്ങി നിന്ന കാലഘട്ടത്തിന് സമാനമായി 18 കവികൾ എന്ന് വിളിക്കപ്പെടുന്ന മഹാപ്രതിഭകൾ പ്രഭചൊരിഞ്ഞ ഒരു കാലഘട്ടം സാമൂതിരി രാജാവിന്റെ വിദ്വത് സദസ്സിന് ഉണ്ടായിരുന്നു. തളി മഹാക്ഷേത്രത്തിന് ഇടതുഭാഗത്തായാണ് മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉപദേവനായിട്ടല്ല മഹാവിഷ്ണുവിനെ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശൈവ വിഷ്ണു സംഗമമാണ് എന്ന് പറയാൻ സാധിക്കും. സദാശിവലിംഗം കനകമഹാമണിഭൂഷിതലിംഗം ഫണിപതിവേഷ്ടിതശോഭിതലിംഗം. ശൈലാധിപനായ പരമശിവനും അബ്ധീശ്വരനായ മഹാവിഷ്ണുവും ഒരേ വാസ്തുവിനുള്ളിൽ വാണരുളുന്ന തളി മഹാക്ഷേത്രത്തിന്റെ ക്ഷേത്രേശൻ എന്ന സ്ഥാനം സാമൂതിരിപ്പാടിനാണ്. പരമശിവനോടൊപ്പം മുഖ്യദേവനായി കണക്കാക്കപ്പെടുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പതിവായി 5 പൂജയും 3 ശിവേലിയും. പങ്കജഹാര സുശോഭിതലിംഗം. വിഷുക്കണിയുടെ തലേന്ന് മുളയിട്ട് കൊടിയേറി 8ാം ദിവസം ആറാട്ടോടെ സമാപിക്കുന്ന ഉത്സവമാണ് തളി ക്ഷേത്രത്തിലുള്ളത്. ഉത്സവകാലത്ത് ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും പ്രത്യേക പൂജകൾ നടക്കുന്നു. അഷ്ടമി രോഹിണി നാൾ രാത്രി വിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേക അവതാര പൂജയും നവകം പഞ്ചഗവ്യം അഭിഷേകവും നടത്തിവരുന്നു. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സന്താന ഭാഗ്യത്തിനായി പ്രത്യേക പൂജകൾ നടത്തിവരുന്നു. കൂടാതെ ഭക്തന്മാർ മഹാവിഷ്ണുവിന് തൊട്ടിൽ നേർച്ചയായി നൽകുകയും ചെയ്യുന്നു. ദേവഗണാർച്ചിത സേവിതലിംഗം. ക്ഷേത്ര ശ്രീകോവിലിനടുത്താണ് വിഘ്നേശ്വര പ്രതിഷ്ഠയുള്ളത്. ലിംഗം ദിനകര കോടി പ്രഭാകരലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. ശ്രീകോവിലിന് പുറത്ത്
എരഞ്ഞിപുരാന്റെ പ്രതിഷ്ഠയുണ്ട്. ശ്രീകോവിലിന് പുറത്ത് വലതു ഭാഗത്തായി അയ്യപ്പ പ്രതിഷ്ഠയുമുണ്ട്. കാരണലിംഗം അഷ്ടദരിദ്രവിനാശകലിംഗം. ക്ഷേത്രത്തിന് പിൻഭാഗത്തായാണ് നാഗപ്രതിഷ്ഠയുള്ളത്. ആയില്യം നാളിൽ പ്രത്യേക പൂജകൾ നടത്തപ്പെടുന്നു. സുരഗുരു സുരവര പൂജിതലിംഗം സുരവന പുഷ്. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്താണ് തീർത്ഥക്കുളം. വടക്കുഭാഗത്ത് തന്നെയുള്ള വലിയ കുളം ക്ഷേത്ര നിയന്ത്രണത്തിൽ നിന്നും കൈവിട്ടപ്പോൾ ക്ഷേത്ര ശാന്തിക്കാർക്കായി പ്രത്യേകം കുഴിച്ച കുളമായിരുന്നു. മാമി സദാശിവലിംഗം. ശിവരാത്രി ഒരു മഹോത്സവമായി ആഘോഷിക്കാറുണ്ട് ഇവിടെ. അന്നേ ദിവസം രാത്രിയിൽ പാൽ, നെയ്യ്, പഞ്ചഗവ്യം, ഇളനീർ വെള്ളം, ശുദ്ധജലം എന്നീ ദ്രവ്യങ്ങൾ പ്രത്യേകം കലശങ്ങളിൽ പൂജിച്ച് 5 പൂജകൾക്കായി വെവ്വേറെ അഭിഷേകം നടത്തുന്നു. സയൻസിന്റെ മാസ്മരമായ ആകർഷണ വലയത്തിൽ മനുഷ്യബുദ്ധി പൂർണ്ണമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ഭാരതീയ തത്വശാസ്ത്രങ്ങളെ പ്രതിനിധീകരിച്ച് നടത്തുന്ന വിത്തുൽ സദസ്സിനെ കൊണ്ടും പൗരാണികത കൊണ്ടും സമ്പന്നമത്രേ തളി മഹാക്ഷേത്രം. തൽപ്രണമാമി സദാശിവലിംഗം.